അപ്പൊ നമ്മുടെ സാന്റ ഇങ്ങനെ നിൽക്കുക വിജയകുമാർ. സാന്റ ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് റിയൽ ടൈം മോഷൻ ക്യാപ്ചറിംഗ് ടെക്നോളജിയാണ് നമ്മൾ പ്രേക്ഷകരുടെ സാന്റയിൽ കാണിച്ചത്. സാന്റയുടെ ഇത് റിയലായിട്ട് സംഭവിച്ചിരിക്കുന്ന ആൾക്കാർ കൃഷ്ണ പ്രേക്ഷകർക്ക് ചോദിച്ചെന്നാൽ ആരാണ് സാന്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടെന്നൊരു തോന്നലാണ്. എന്നാൽ സാന്റയോട് ഉണ്ട് അല്ലേ ഇത്. പക്ഷേ ഇത് റിയൽ ടൈം ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിയൽ ടൈം മോഷൻ ക്യാപ്ചറിംഗ് ആണ്. ഇന്ത്യൻ ടെലിവിഷൻ അല്ല വേൾഡ് ടെലിവിഷനിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരീക്ഷണം. സാന്റയുടെ ഒറിജിനൽ ആളിനെയും കൂടെ വേണേൽ കാണിക്കാം അല്ലേ. അപ്പോ ശരിക്കും സാന്റ കൈയൊന്ന് മുക്കിക്കോളൂ. രണ്ട് കൈയൊന്ന് മുക്കിക്കോളൂ. ഇനി കാല് ചെറുതായിട്ടൊന്ന് മുക്കിക്കോളൂ. തറയെ വീഴരുത്. ഓക്കെ, ഇതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ കാല് പൊക്കുന്ന ആളിൻ്റെ ഫുള്ള് കാണിച്ചാലേ ആൾക്കാർക്ക് അറിയാൻ പറ്റൂ. ഒന്ന് ഫുള്ളിട്ടെ. അമരവിള സതീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസറാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ കൈയും ഒക്കെ റെഡിയാണല്ലോ. ഈ സാന്റയായിട്ടുള്ള ജീവിച്ചപ്പോൾ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കൊരു മുൾക്കിരിയുടെ അടുത്ത് ആരോ തലയിൽ വെച്ചെന്ന് പോലെ മുൻജന്മത്തിലെ ശത്രു ക്യാമറമാനായിട്ട് വരും. അപ്പോഴും മനസ്സിലായി സാറേ, അരുൺ എഴുപില്ല. ഇത് കുറച്ചു നേരം ആയില്ലേ ഇത് തലയിൽ ചുവന്നുകൊണ്ടിരിക്കുന്നു? തീർച്ചയായിട്ടും. മുൾക്കിരീടം എനിക്ക് എന്തിനു നൽകി? ചോദിച്ചോട്ടെ, ഈ അമരവില സതീശനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ? അല്ല, ഇങ്ങനെ നിന്നിട്ട് കുറെ കാലമായി ഉള്ളി. അതുകൊണ്ട് ലോക ടെലിവിഷൻ ചരിത്രത്തിന്റെ ഭാഗമായി ആദ്യമായിട്ട് മുൾക്കിരീടം എനിക്ക് എന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവ് എന്ന് എത്രയോ തവണ അവിടെ ഒന്ന് പാടിക്കാണും. ക്രിസ്മസിന് കിട്ടിയ ഏക വ്യക്തിയാണ്. എന്തായാലും സാന്റ ആയിട്ടുള്ള സാന്റ, താങ്ക് യു അമരവിള സതീഷ്, താങ്ക് യു ടീം. അതുപോലെ തന്നെ അതിന്റെ അർജുൻ ഈ അവതാരമുള്ള ഹോളിവുഡ് സിനിമകളിൽ കണ്ട അമ്പരന്ന ആളുകൾക്ക് ഈ ദൃശ്യവിസ്മയം ഒരുക്കിയത് മാർക്സ്മാൻ സ്റ്റുഡിയോ ആണ്. അതിന്റെ കിടാവിളക്കായിട്ടുള്ള അർജുൻ ഇവിടെ ഉണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തായാലും താങ്ക് യു സാന്റ. നമുക്ക് കാണാം കേട്ടോ. നന്നായി. അമരവിള സതീഷ് മുൾക്കിരീടം ഇറക്കി വെച്ച് വിശ്രമിക്കൂ. ഈ സാന്റയ്ക്ക് അമരവിള സാന്റ എന്ന് പേരിട്ടോ. സതീഷ് പോയിട്ട് വിശ്രമിക്കൂ കുറച്ചു നേരം. കാര്യം സാന്റ പോയല്ലോ. നമ്മുടെ പ്രേക്ഷകർ ഊഹിച്ചൂഹിച്ച് സാന്റ സനൂപാണോ എന്ന് വരെ ചോദിച്ചു. സാന്റയുടെ ഒരു അവസ്ഥ നോക്കാം. സാന്റയ്ക്ക് അങ്ങനെ തന്നെ വേണം. അതാണ്. അപ്പൊ ഈ സാന്റ നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരാൾ പക്ഷേ അമരവിളയായിട്ട് ഇന്ന് ശബ്ദമൊക്കെ പകരാനായിട്ടുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു അമരവിള സാന്റ.